നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നീലേശ്വരത്തെ പെട്രോൾ പമ്പിൽ നിന്ന് 1.5 ലക്ഷം രൂപ കവർന്നു. ചുറ്റിലും ആളുകൾ കൂടി നിൽക്കുമ്പോൾ കുടചൂടിയെത്തിയ മോഷ്ടാവ് നഗരമധ്യത്തിലെ പെട്രോൾ പമ്പിൽ നിന്നാണ് 1.5 ലക്ഷം രൂപ കവർന്നത്. ചെളിയംതോടിലെ കുരുവി സജുവാണ് മോഷണം നടത്തിയത്. പോലീസ് തിരിച്ചറിഞ്ഞു. ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം കുത്തനെ കൂടുന്നു. വൈറൽ ഫീവർ, ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവയാണ് കൂടുതലായി പടരുന്നത്. ഈ മാസം മാത്രം 5283 പേരാണ് പനി ബാധിച്ച് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. KCSA 45ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജൂലൈ 14, 15 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. വണ്ണാർവയൽ അടുക്കത്ത് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ കാക്കാത്തി കുട്ടികളുടെ തിയേറ്റർ ആരംഭിച്ചു. കുട്ടികളുടെ സർഗവാസനകളുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടാണ് തിയേറ്റർ ആരംഭിച്ചിരിക്കുന്നത്. SSF സംഘടിപ്പിക്കുന്ന 32ാമത് ഉദുമ ഡിവിഷൻ സാഹിത്യോത്സവ് ജൂലൈ 12, 13 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. തീരദേശ മേഖലയിൽ അധികം കായ്ക്കാറില്ലാത്ത കറുത്ത മുന്തിരി സമൃദ്ധി ഇടയിലെ കാട്ടിൽ. കുഴൽക്കിണർ ഫിൽട്ടർ പോയിന്റ് തൊഴിലെടുക്കുന്ന KJ വിൻസെന്റിന്റെ വീട്ടുമുറ്റത്താണ് മധുരമൂറും മുന്തിരിക്കുലകൾ തൂങ്ങി നിൽക്കുന്നത്. ആയിരങ്ങളുടെ പങ്കാളിത്തത്തിൽ നൂഞ്ഞിയിൽ ദ്യുതന്ത ഗണപതിയാർ ക്ഷേത്രത്തിൽ സമൂഹ മൃത്യുഞ്ജയ ഹോമം നടന്നു. അന്നദാനത്തിലും ആയിരങ്ങളുടെ പങ്കാളിത്തം. പ്രതിഷ്ഠാ ദിനോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വാർത്തകൾ വിശദമായി. നീലേശ്വരത്തെ പെട്രോൾ പമ്പിൽ നിന്ന് 1.5 ലക്ഷം രൂപ കവർന്നു. ചുറ്റിലും ആളുകൾ കൂടി നിൽക്കുമ്പോൾ കുടചൂടിയെത്തിയ മോഷ്ടാവ് നഗരമധ്യത്തിലെ പെട്രോൾ പമ്പിൽ നിന്നാണ് 1.5 ലക്ഷം രൂപ കവർന്നത്. ചെളിയംതോടിലെ കുരുവി സജുവാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ചുറ്റിലും ആൾക്കാർ നിൽക്കുമ്പോൾ കുടചൂടിയെത്തിയ മോഷ്ടാവ് നഗരമധ്യത്തിലെ പെട്രോൾ പമ്പിൽ നിന്ന് 1.5 ലക്ഷം രൂപ കവർന്നു. വ്യാഴാഴ്ച സന്ധ്യയോടെയാണ് രാജാ റോഡിലെ പരിപ്പുവട വിഭവശാലയ്ക്ക് മുൻപിലെ PPCL പെട്രോൾ പമ്പിൽ ജീവനക്കാരൻ പെട്രോൾ നിറയ്ക്കുന്ന തക്കത്തിൽ നീല ഷർട്ടും മുണ്ടും ധരിച്ചെത്തിയ മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ച 1.5 ലക്ഷം രൂപ കവർന്നു കടന്നത്. 500 രൂപയുടെ 3 കെട്ട് നോട്ടുകളാണ് ഇയാൾ മോഷ്ടിച്ചത്. കുപ്രസിദ്ധ മോഷ്ടാവ് ഇരട്ടി ചെളിയംതോടിലെ കുരുവി സജുവാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. നീലേശ്വരം കാഞ്ഞിരയ്ക്കൽ ജ്വല്ലറിയിലേതടക്കം ഒട്ടേറെ മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. മോഷണശേഷം കർണാടകത്തിലേക്ക് മുങ്ങുന്നതാണ് ഇയാളുടെ രീതി. മോഷ്ടാവിനെ കണ്ടെത്താൻ ഊർജിത ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്ന് നീലേശ്വരം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം കുത്തനെ കൂടുന്നു. വൈറൽ ഫീവർ, ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവയാണ് കൂടുതലായി പടരുന്നത്. ഈ മാസം മാത്രം 5283 പേരാണ് പനി ബാധിച്ച് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം കുത്തനെ കൂടുന്നു. വൈറൽ ഫീവർ, ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവയാണ് കൂടുതലായി പടരുന്നത്. ഈ മാസം മാത്രം 5283 പേരാണ് പനി ബാധിച്ച് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഇന്നലെ മാത്രം 513 പേർ ചികിത്സ തേടി. സ്വകാര്യ ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ആയുർവേദ, ഹോമിയോ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം കൂടി കണക്കാക്കിയാൽ പനി ബാധിച്ചവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കും. ഈ വർഷം മാത്രം 80,884 പേർക്കാണ് പനി ബാധിച്ചത്. സാധാരണ മഴക്കാലത്തോടനുബന്ധിച്ചാണ് പനിബാധിതരുടെ എണ്ണം കൂടുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാ മാസവും പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഈ വർഷം 218 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ലക്ഷണങ്ങളോടെ 630 പേർ ചികിത്സ തേടി. ഈ മാസം മാത്രം 23 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 76 പേർ ലക്ഷണങ്ങളോടെ ചികിത്സ തേടി. 28 പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത്. 8 പേർ ലക്ഷണങ്ങളോടെ ചികിത്സ തേടി. ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോടോംപേളൂർ, എൻമകച്ചി, പനത്തടി പഞ്ചായത്തുകളിലാണ് കൂടുതൽ രോഗവ്യാപനം. മഞ്ഞപ്പിത്തവും വ്യാപകമായി പടരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KCSA 45ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജൂലൈ 14, 15 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. KSESA 45ാം സമ്മേളനം ജൂലൈ 14, 15 തീയതികളിലായാണ് നടക്കുന്നത്.
പ്രചരണ പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സന്നദ്ധ രക്ത ക്യാമ്പ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ചായിരുന്നു ക്യാമ്പ് നടന്നത്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജോയ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വീകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുജീവൻ കിട്ടുമ്പോൾ ദാതാവിന് അവന് അതേപോലെ ഒരു പുതുജീവനും ഹൃദ്രോഗം പോലെയുള്ള അസുഖങ്ങളിൽ നിന്നും അതേപോലെ ഉള്ള ഒരു ഉന്മേഷം അവന് ഒരു സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. എനിക്കത് സാധിക്കില്ല, നമുക്ക് മനസ്സുണ്ടെങ്കിലും രക്തം ദാനം ചെയ്യാൻ സാധിക്കില്ല എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫിറ്റായിട്ടുള്ള നല്ല ജീവിതചര്യ അനുസരിച്ച് ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമാണ് നല്ല രീതിയിൽ രക്തം ദാനം ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ കൊടുക്കുന്ന ആൾക്കാരെ നിരവധി തവണ കൊടുത്തിട്ടുള്ളതായിരിക്കും. ആർക്കും ഒരു എക്സംഷൻ ഇല്ല. ഡോക്ടർ വി സുരേഷൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. എം അനിൽകുമാർ, സുരേഷൻ പി, പ്രശാന്ത് പി, ഷെരീഫ് മാടാപ്പുറം എന്നിവർ സംസാരിച്ചു. പി നിഷാദ് അധ്യക്ഷത വഹിച്ചു. സി വിജയൻ സ്വാഗതവും കെ സിജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വണ്ണാർവയൽ അടുക്കത്ത് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കാക്കാത്തി കുട്ടികളുടെ തിയേറ്റർ ആരംഭിച്ചു. കുട്ടികളുടെ സർഗവാസനകളുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടാണ് തിയേറ്റർ ആരംഭിച്ചിരിക്കുന്നത്. വണ്ണാർവയൽ അഡ്വക്കറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ കാക്കാത്തി കുട്ടികളുടെ തിയേറ്റർ തുടങ്ങി. കുട്ടികളുടെ സർഗവാസനകളുടെ സമഗ്രമായ വികാസം ലക്ഷ്യമിട്ടാണ് തിയേറ്റർ ആരംഭിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയെ ആസ്പദമാക്കി സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന നാടകം കുട്ടികൾ ഇപ്പോൾ രംഗത്ത് അവതരിപ്പിക്കുന്നുണ്ട്. നാടക സിനിമാ പ്രവർത്തകരായ അജയ് പ്രസീദും അജയൻ ചാലിങ്കാലുമാണ് തിയേറ്ററിന് നേതൃത്വമേകുന്നത്. കാക്കാത്തി കുട്ടികളുടെ തിയേറ്റർ ഗ്രന്ഥശാലാ സംഘം സംസ്ഥാന നിർവാഹക സമിതി അംഗം PVK പനയാൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് വേണ്ടിയുള്ള തിയേറ്റർ ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് വേണ്ടിയുള്ള തിയേറ്റർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് വേണ്ടി നാടകം എല്ലാവർക്കും അല്ലേ? നാടകം എല്ലാവർക്കും അല്ല, കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ നാടകത്തിന്റെ സ്വഭാവമുണ്ട്. മറ്റൊന്ന് പറയേണ്ടത്, ഈ തിയേറ്റർ, ചിൽഡ്രൻസ് തിയേറ്റർ എന്ന് പറയുന്നത് നാടകം കളിക്കുക മാത്രമല്ല. ചിൽഡ്രൻസ് തിയേറ്റർ എന്ന സ്വഭാവ രൂപീകരണമാണ്. ക്രിയേറ്റീവ് ഡ്രമാറ്റിക്സ് എന്ന് പറയും. അത് നാടകത്തിന് പരിചയമുണ്ടെന്ന് ഇയാൾക്ക് പറയും. ക്രിയേറ്റീവ് ഡ്രമാറ്റിക്സ് എന്താണ്? ആ ക്രിയേറ്റീവ് ഡ്രമാറ്റിക്സ് വളരെ വികസിത രാഷ്ട്രങ്ങളിൽ, സോവിയറ്റ് യൂണിയനിൽ, ജർമ്മനിയിൽ ഒക്കെ വളരെ പണ്ടുകാലം മുതൽക്ക് തന്നെ അവരുടെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ, അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയപ്പോൾ അവരെ ചെയ്തത് എന്താണ്? ആദ്യം ചിൽഡ്രൻസ് തിയേറ്റർ വികസിപ്പിക്കലാണ്, കുട്ടികൾ നാടകമുണ്ടാക്കലാണ്. അതിനു മുമ്പ് തന്നെ കുട്ടികൾ സ്വഭാവ രൂപീകരണം, ഇപ്പം ലെനിൻ്റെയും സ്വഭാവ രൂപീകരണം വീട്ടിൽ വെച്ചാണ് ഉണ്ടായത്. ഗ്രന്ഥാലയ കമ്മിറ്റി പ്രസിഡന്റ് പത്മനാഭ പടിഞ്ഞാറേ വീട് അധ്യക്ഷനായി. നാടകപ്രവർത്തകൻ GS അനന്തകൃഷ്ണൻ തിയേറ്റർ പ്രവർത്തനം വിശദീകരിച്ചു. ദിവ്യ പ്രമോദ്, ബാലൻ ഓളിയക്കാൽ, രാജൻ വിഷ്ണുമംഗലം, അനിൽ പുളിക്കാൽ, ബിജു മൊട്ടമ്മൽ, PV ശ്യാമള, സൗമ്യ രവീന്ദ്രൻ, നന്ദിത സുധാകരൻ എന്നിവർ സംസാരിച്ചു. R ജയകുമാറിന്റെ 19ാമത് അനുസ്മരണ സദസ്സും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. SSF സംഘടിപ്പിക്കുന്ന 32ാമത് ഉദുമ ഡിവിഷൻ സാഹിത്യോത്സവം ജൂലൈ 12, 13 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. SSF 32ാമത് ഉദുമ ഡിവിഷൻ സാഹിത്യോത്സവ് ജൂലൈ 12, 13 തീയതികളിലായി ചെമ്പരിക്കയിൽ വെച്ചാണ് നടക്കുന്നത്. ഡിവിഷനിലെ 80 യൂണിറ്റുകൾ 9 സെക്ടറുകളിൽ നിന്ന് മത്സരിച്ച് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരം ഉൾപ്പെടെ വിവിധ സാംസ്കാരിക സംഗമങ്ങൾ സാഹിത്യോത്സവത്തിൽ നടക്കും. നോവ് തുന്നിയ നൂലുകൾ എന്ന ശീർഷകത്തിലാണ് ഇപ്രാവശ്യത്തെ സാഹിത്യോത്സവ് സംഘടിപ്പിക്കുക. ജൂലൈ 13 മറ്റന്നാൾ ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സംഗമം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി വള്ളംകുടത്തിൽ ഖാദർ മദനി അവർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറിമാരായ സഖാഫി കാഞ്ഞങ്ങാട് അവർ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. അതേപോലെ തന്നെ റിസാലയുടെ അപ്ഡേറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന CN ഫർമാസി ഇതിൽ മുഖ്യാതിഥിയായി സന്ദേശഭാഷണം നടത്തുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ 32ാമത് എഡിഷൻ സാഹിത്യോത്സവിൻ്റെ മാർഗരേഖ. നാലപ്പാട് നാരാട്ടുമേനോൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത 100 വർഷം പിന്നിടുന്ന വിക്ടർ യോഗയുടെ പ്രശസ്ത നോവൽ പാപങ്ങൾ സാഹിത്യോത്സവത്തിൽ ചർച്ചയാകും.
മാനുഷികമായ നന്മകളെ ഏറ്റവും ആഴത്തിൽ ഉത്തേജിപ്പിക്കുന്ന ഇതിവൃത്തമുള്ള വിവർത്തന പുസ്തകത്തിന്റെ 100 വർഷം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. ജൂലൈ 12-ന് ആൽഫ ജെന്നിന്റെ ആലോചനകൾ എന്ന വിഷയത്തിൽ ചർച്ച നടക്കും. 12-ന് ശനിയാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 170 മത്സരങ്ങളിൽ 8 വേദികളിലായി 1200ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. വൈകിട്ട് 6 മണിക്ക് ഉദ്ഘാടനം സെഷൻ നടക്കും. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് സുഹരി അധ്യക്ഷത വഹിക്കും. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡിവിഷൻ സെക്രട്ടറിമാരായ KA ഫാലിൽ സിയാദ് ദേലി, ഷെഫീഖ് ഹാഷിമി മുക്കൂട്, സഹൽ പൂച്ചക്കാട്, മുനീർ ബേക്കൽ, ഹാഫിൽ കബീർ സഅദി കളനാട് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തീരദേശ മേഖലയിൽ അധികം കായ്ക്കാറില്ലാത്ത കറുത്ത മുന്തിരി സമൃദ്ധി ഇടയിലേക്കാട്ടിൽ. കുഴൽക്കിണർ ഫിൽട്ടർ പോയിന്റ് തൊഴിലെടുക്കുന്ന KJ വിൻസെന്റിന്റെ വീട്ടുമുറ്റത്താണ് മധുരമൂറ് മുന്തിരിക്കുലകൾ തൂങ്ങി നിൽക്കുന്നത്. പണ്ടു മുതലേ പൊതുവെ 100 ഗുണങ്ങളുള്ള പഴമായാണ് കറുത്ത മുന്തിരി അറിയപ്പെടുന്നത്. പോഷകാഹാരങ്ങളുടെ കലവറയാണെന്നാണ് പഴമക്കാർ തന്നെ പറയുന്നത്. വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ പോഷക പവർ ഹൗസ് തന്നെയാണ് കറുത്ത മുന്തിരി. ചർമ്മാരോഗ്യവർദ്ധനയ്ക്കും ദഹന പ്രക്രിയയിലും വലിയ പങ്കുവഹിക്കുന്നതിനൊപ്പം ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാൻ മുന്തിരിയിലെ ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കുകയും ചെയ്യും. മുന്തിരികൾ കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം എന്നിവ കുറയ്ക്കും. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇതിലൊക്കെ മീതെ ഏറെ പ്രാധാന്യം പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് അണുബാധകളെ ചെറുക്കുന്നു എന്നതിനാണ്. വാർദ്ധക്യ ലക്ഷണങ്ങളെ തടഞ്ഞ് യുവത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് വൈദ്യമതം. ഇടയിലക്കാട്ടെ വിൻസെന്റിന്റെ വീട്ടുവളപ്പിൽ 5 വർഷം മുൻപാണ് മുന്തിരിച്ചെടി നടുന്നത്. 2 വർഷം നന്നായി കായ്ച്ചു. കാലിക്കടവിലെ സ്വകാര്യ ചെടി തോട്ടത്തിൽ നിന്നാണ് കറുത്ത മുന്തിരിയുടെ ചെടി കൊണ്ടുവന്നത്. പ്രത്യേക വളമൊന്നും നൽകുന്നില്ലെന്നും സാധാരണ ചെടികൾക്ക് നൽകി വരുന്ന കടലപ്പിണ്ണാക്ക്, ചായപ്പിണ്ടി എന്നിവ മാത്രമാണ് ഇട്ടുകൊടുക്കുന്നതെന്നുമാണ് വിൻസെന്റ് പറയുന്നത്. കഴിഞ്ഞ വർഷം 3 കിലോവിൽ അധികം മുന്തിരി ലഭിച്ചിരുന്നു. മഴ നേരത്തെ പെയ്തു തുടങ്ങിയതുകൊണ്ടാവാം മുന്തിരി പഴുത്ത കറുപ്പ് നിറം വന്നിട്ടില്ല. 20-ലധികം മുന്തിരിക്കുലകൾ വീട്ടുമുറ്റത്തെ മുന്തിരിപ്പന്തലിൽ കായ്ച്ചു നിൽപ്പുണ്ട്. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ. നേടാം 25% മുതൽ 75% വരെ ഡിസ്കൗണ്ട്. ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ. കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ. ജെൻസ് ടീഷർട്ട് 3 എണ്ണം 299 രൂപ മാത്രം. ബോയ്സ് ടീഷർട്ട് 3 എണ്ണം 299 രൂപ. ക്രോപ്പ് ടോപ്പ് 3 പീസ് 399 രൂപ. ഗേൾസ് ടീഷർട്ട് 3 എണ്ണം 299 മാത്രം. ലേഡീസ് പല്ലാസോ 3 എണ്ണം 299 രൂപ. ബ്ലാങ്കറ്റ് 3 പീസ് 299 രൂപ. ഫാമിലി ബെഡ്ഷീറ്റ് 3 പീസ് പ്ലസ്
6 ബില്ലോ കവർ 499 രൂപ. ലേഡീസ് കുർത്തീസ് 199 രൂപ മാത്രം. ലേഡീസ് 2 പീസ് സെറ്റ് 299 രൂപ. ചുരിദാറുകൾ 399 രൂപ. നൈറ്റികൾ 149 രൂപ. ബോയ്സ് ഷോർട്ട് 39 രൂപ. ഗേൾസ് കോട്ട് സെറ്റ് 199 രൂപ. ഷിഫോൺ ആൻഡ് കോട്ടൺ സാരികൾ 199 രൂപ മാത്രം. ഫാൻസി സാരികൾ 299 രൂപ. ധോത്തികൾ 199 രൂപ മാത്രം. കാഷ്വൽ ഷർട്ടുകൾ 199 രൂപ. ട്രാക്ക് പാന്റുകൾ 149 രൂപ. കൂടാതെ മറ്റനേകം കോംബോ ഓഫറുകളും. ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, പയ്യന്നൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. ആയിരങ്ങളുടെ പങ്കാളിത്തത്തിൽ നൂഞ്ഞിയിൽ ദ്യുതന്ത ഗണപതിയാർ ക്ഷേത്രത്തിൽ സമൂഹ മൃത്യുഞ്ജയ ഹോമം നടന്നു. അന്നദാനത്തിലും ആയിരങ്ങളുടെ പങ്കാളിത്തം. പ്രതിഷ്ഠാ ദിനോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. 2 കൊമ്പുകളുള്ള ഗണപതിയുടെ നൂതന പ്രതിഷ്ഠ നടന്ന ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ മടിക്കൈ കീക്കാംകോട്ട നൂഞ്ഞിയിൽ ഗണപതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവത്തിന്റെ ഭാഗമായി നാടിന്റെ നാനാഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അരവത്ത് ദാമോദര തന്ത്രി മുഖ്യ കാർമ്മികത്വത്തിൽ ആരോഗ്യലത്തി ദീർഘായുസ, സങ്കട നിവാരണം, കുടുംബത്തിന്റെയും നാടിന്റെയും ക്ഷേമത്തിനായി ഉത്തര കേരളത്തിൽ അപൂർവമായി നടക്കുന്ന സമൂഹ മൃത്യുഞ്ജയ ഹോമം നടന്നു. 2 മണിക്കൂർ നീണ്ടുനിന്ന ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. രാവിലെ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് ഉത്സവം തുടങ്ങിയത്. തുടർന്ന് ഉപദേവാലയ പൂജ, അലങ്കാര പൂജ, ഭജന എന്നീ ആചാര ചടങ്ങുകളും സഹസ്രനാമജപം, നാളികേര മുടക്കൽ, നെയ്വിളക്ക്, അപ്പം, പായസം, നിവേദ്യങ്ങൾ തുടങ്ങിയ വഴിപാടുകളും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ഉച്ചയ്ക്ക് 12 മണി മുതൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ക്ഷേത്രത്തിലെത്തിയ 3000-ഓളം ആളുകൾക്ക് വിഭവസമൃദ്ധമായ അന്നപ്രസാദ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ദുരന്ത നിവാരണ സേനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ സന്നദ്ധ പ്രവർത്തകർക്ക് ഗ്രാമ ദുരന്ത നിവാരണ പരിശീലനവും ക്ലാസും നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. ചെന്നൈ ആർക്കോണത്തെ ദേശീയ ദുരന്ത പ്രതികരണ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ചെറുവത്തൂരിൽ ദുരന്ത നിവാരണ പരിശീലനവും ക്ലാസും നടന്നത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. പ്രദേശവാസികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശീലന പരിപാടി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒരുപാട് പ്രദേശത്തേക്ക് പോകേണ്ടതും അതിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ചെറുവത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുപോലുള്ള ഒരു പരിശീലന പരിപാടി എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കേന്ദ്രമെന്ന രീതിയിലേക്ക് ചെറുവത്തൂർ ടൗണിൽ നമ്മുടെ പഞ്ചായത്ത് ഹാളിൽ തന്നെ ഇങ്ങനെ ഈ പരിപാടി വെക്കാമെന്ന് തീരുമാനിച്ചത്. വൈസ് പ്രസിഡന്റ് PV രാഘവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ P പത്മിനി, K രമണി, NDRF 4ാം ബറ്റാലിയനിലെ പ്രദീപ് ഭട്ട്, V വിനയരാജ് എന്നിവർ സംസാരിച്ചു. P ശ്രീശാന്തിന്റെ നേതൃത്വത്തിൽ ക്ലാസ് നടന്നു. കാര്യങ്കോട് പുഴയിൽ കുളിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട കുട്ടികളെ രക്ഷിച്ച വിഷ്ണു, ദേവാനന്ദ്, ആദർശ് എന്നിവരെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇടയിലേക്കാട്ടിൽ നിന്നുമായി നിത്യവും 100-ലധികം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന വെള്ളാപ്പ് ഹോമിയോ ആശുപത്രിക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കണമെന്ന് വെള്ളാപ്പ് 21ാം വാർഡ് കോൺഗ്രസ് മഹാത്മാ കുടുംബ സംഗമം അധികൃതരോട് ആവശ്യപ്പെട്ടു. തൈക്കീലിൽ നടന്ന സംഗമം കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാലവർഷക്കെടുതിയിൽ തകർന്ന മീലിയാട്ട് ചൊവ്വരമ്പ് റോഡും തൈക്കിൽ ബീരിച്ചേരി റോഡും വെള്ളക്കെട്ടിൽ നിന്നും ഉയർത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തൈക്കീലിൽ നടന്ന സംഗമം കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KJ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാലോ, ഉമ്മൻചാണ്ടി ഉണ്ടായ കാലഘട്ടത്ത് കാരുണ്യ പദ്ധതിയിലൂടെ, ഞാൻ കാരുണ്യ പദ്ധതി അടിവരയിട്ട് പറയാനുണ്ടായ കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾക്ക് ലഭിച്ച ഒരു വലിയ സൗകര്യമാണ് കാരുണ്യ പദ്ധതിയിലൂടെയുള്ള നമ്മളുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും പരിഹരിക്കാമെന്നുള്ളത്. ഇന്ന് എന്തൊരു ബുദ്ധിമുട്ടാണ്. സർക്കാർ ആശുപത്രികളെ സമീപിക്കാൻ വേണ്ടി പറ്റുന്നില്ല, സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല, സർക്കാർ ആശുപത്രികളിൽ വേണ്ടുന്ന ചികിത്സ കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ല, ഓപ്പറേഷൻ നിശ്ചയിച്ചാൽ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി പറ്റുന്നില്ല, ഉപകരണമില്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല. K അശോകൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M രജീഷ് ബാബു, UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ,
ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി രവി, കെ പി ജയദേവൻ, എം ഷൈമ, അജിത് തൈക്കിൽ, കെ പി സുരേഷൻ, കെ ഗിരീഷൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെക്കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. The best place of mine. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. വാർത്തകൾ തുടരുന്നു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച സഹപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഒരുമാ സമാഗമം 2025 സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ വെച്ചാണ് പരിപാടി നടന്നത്. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച സഹപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഒരുമാ സമാഗമം 2025 കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ വെച്ചാണ് നടന്നത്. ജനാർദ്ദനൻ നായർ കോടോത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് എം ഗണപതി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും നമുക്ക് ഒന്നുകൂടി കൊണ്ടുപോകണം. നമ്മുടെ കോർഡിനേറ്റർ അന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് അദ്ദേഹം ഇവിടെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറഞ്ഞു. വലിയ ഒരു കൂടിയൊക്കെ നടത്തിയിട്ട് വരികയാണ് അദ്ദേഹം. ഞാൻ ആരാണെന്നും നിങ്ങളൊക്കെ ഏത് രീതിയിൽ എന്നോട് സഹകരിച്ചിരുന്നു, പിന്നീട് നിങ്ങളൊക്കെ എന്തുമാത്രം വളർന്നുവെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതലായിട്ട് ഞാൻ പ്രാസംഗികനല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എങ്കിലും ഇന്നും കുട്ടികളെ പഠിപ്പിക്കാനുള്ള താല്പര്യം കെടാതെ എന്നിലുണ്ട്. ചുറ്റോട്ടുള്ള കുട്ടികളെ വളരെ ഒന്നാമത് കുട്ടികളെങ്കിലും അധിക ദിവസവും ഇതിൽ വരും. ഞാൻ എല്ലാ വർഷവും എന്നുള്ള രീതിയിൽ അവരെ പഠിപ്പിക്കുകയും ചെയ്യും, അവരെ എന്നെ പഠിപ്പിക്കും. എം രാജേന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും കെ വി വാസുദേവൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച മെർലി മേരി ജോസ്, കെ വി വാസുദേവൻ നമ്പൂതിരി എന്നിവരെ കൂട്ടായ്മയിലേക്ക് വരവേൽക്കുന്ന ചടങ്ങിൽ സ്കൂളിൽ നിന്നും മുൻപ് വിരമിച്ച 35ഓളം അധ്യാപകർ സ്വീകരിച്ചു. എം രാജേന്ദ്രൻ മാസ്റ്റർ, രതീഷ് മാസ്റ്റർ പി, കെ പ്രമോദ് കുമാർ മാസ്റ്റർ, കെ വി വാസുദേവൻ നമ്പൂതിരി, എം സ്വർണകുമാരി, രാധ എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. കെ ജനാർദ്ദനൻ മാസ്റ്റർ, എം ഗണപതി മാസ്റ്റർ, മണികണ്ഠദാസ് കെ വി എന്നിവർ ഉപദേശ സമിതി അംഗങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തെങ്ങ് കയറ്റക്കാരുടെ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച തെങ്ങ് കയറ്റ ചലഞ്ചിന്റെ ഉദ്ഘാടനം നടന്നു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തെങ്ങ് കയറ്റക്കാരുടെ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച തെങ്ങ് കയറ്റ ചലഞ്ചിന്റെ ഉദ്ഘാടനം നടന്നു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരൻ ഉദ്ഘാടനം ചെയ്തു. അത് ഗവൺമെൻറ് തലത്തിൽ ഇൻഷുറൻസിൻ്റെയും മറ്റും സഹായം കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മളെ സഹജീവി എന്ന നിലക്ക്, നമ്മുടെ സഹപ്രവർത്തകർ എന്ന നിലക്ക്, സഹതൊഴിലാളികൾ എന്ന നിലക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പരസ്പരം സഹായിക്കാൻ കഴിയുന്നത് അത് വലിയ ആശ്വാസം നമ്മുടെ രോഗിയെ സംബന്ധിച്ചായാലും
ആ രോഗിയുടെ കുടുംബത്തെ സംബന്ധിച്ചായാലും വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെയധികം അഭിനന്ദിക്കേണ്ട കാര്യമാണ്. തെങ്ങുകയറ്റ തൊഴിലാളികൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു റിസ്ക്കുള്ള തൊഴിലാണ് എടുക്കുന്നത്. വലിയ ഒരു യന്ത്രം ഉപയോഗിച്ചാണെങ്കിൽ പോലും നമുക്ക് അത് അത്ര എളുപ്പത്തിൽ അല്ലെങ്കിൽ ലാഘവത്തോടുകൂടെ ചെയ്യുന്ന ഒരു പണിയല്ല. തെങ്ങുകയറ്റ തൊഴിൽ എന്ന് പറയുന്നത് അങ്ങേയറ്റം റിസ്ക്കുള്ള തൊഴിൽ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു റിസ്ക്കുള്ള തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് പരസ്പരം നല്ല ബന്ധം ഉണ്ടാവുകയും ഇങ്ങനെയുള്ള കൂട്ടായ്മ അവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ ധൈര്യം കൊടുക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പഞ്ചായത്ത് മെമ്പർമാരായ ജയശ്രീ, രാധിക, പാടശേഖര സംരക്ഷണ സമിതി അംഗം ഗോവിന്ദൻ കരുവാക്കോട് എന്നിവർ സംസാരിച്ചു. ചങ്ങാതിക്കൂട്ടം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മണി CH, ഗിരീഷ് മല്ലം, സന്തോഷ് ചാമുണ്ടിക്കുന്ന്, വിനോദ് പാക്കം, ചന്ദ്രൻ പാക്കം, മനോജ്, ഷൈജു, മറ്റ് യൂണിറ്റ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പേര് പുതിയ ആൾക്കാരുണ്ട്. അതിനെ കുറിച്ചിട്ട് പറയാം. നമ്മളെ കാസർഗോഡ് ജില്ലയിൽ 2022 കുറ്റോല് ആസ്ഥാനമായിട്ട് രൂപീകരിച്ച തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം ജില്ലയിൽ മൊത്തം 12ഓളം പഞ്ചായത്തുകളായി 500 പരം ചങ്ങാതിമാരെന്ന നിലവിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. അതിൽ പൂർണ്ണ മെമ്പർമാർ 350ഓളം വരും. പിന്നെ ഈ വർഷത്തെ നമ്മുടെ യൂണിറ്റ് വാർഷികമെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വേളയിൽ, അതുപോലെ തന്നെ ജില്ലാ വാർഷികത്തിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജനുവരി യൂണിറ്റ് നമ്മളെ ചികിത്സാ സഹായാർത്ഥം അറിയാം. നമ്മളെ തെങ്ങേറ്റ മേഖലയിൽ അപകടം ഓരോ സെക്കൻഡിലും അപകടം ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട അപകടം സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ രാജാട്ടൻ നിലവിലുണ്ട്. 2-3 പേര് നമ്മളെ യൂണിറ്റിലുണ്ട്. ജില്ലയിൽ മൊത്തം കുറേ പേര് ചികിത്സാ സഹായാർത്ഥം ഇങ്ങനെ കടുപ്പിലെല്ലായിട്ടുണ്ട്. അവരെല്ലാം സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ചൊന്നായിട്ട് തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ ട്രഷറർ വിജയൻ പക്കം നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാർഷിക ആവശ്യങ്ങൾക്കുള്ള സൗജന്യ വൈദ്യുതി നിർത്തലാക്കിയ നടപടി പുനർപരിശോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പുത്തികെ കൃഷിഭവനിലേക്ക് കിസാൻ സേന നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി ബിജു ഉദ്ഘാടനം ചെയ്തു. പുഴയിൽ നിന്ന് കാർഷികാവശ്യത്തിന് വെള്ളമെടുക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയും കാർഷികാവശ്യത്തിനുള്ള സൗജന്യ വൈദ്യുതി നിർത്തലാക്കിയ നടപടിക്കെതിരെയും കിസാൻ സേന പുത്തികെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തികെ കൃഷിഭവനിലേക്ക് മാർച്ച് നടത്തി. മോട്ടോർ ഉപയോഗിച്ച് പുഴയിൽ നിന്ന് കൃഷി ആവശ്യത്തിന് വെള്ളമെടുക്കാൻ പാടില്ലെന്നും കുഴൽക്കിണർ വെള്ളം കൃഷിക്കുപയോഗിച്ചാൽ വൈദ്യുതി സൗജന്യം ലഭിക്കില്ലെന്നുമുള്ള തീരുമാനം കർഷകരെ സംബന്ധിച്ചിടത്തോളം കരിനിയമമാണെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. 200-ലധികം കർഷകരെ സൗജന്യ വൈദ്യുതി പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കട്ടത്തടുക്ക ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി ആരംഭിച്ച മാർച്ച് പുത്തികെ പഞ്ചായത്ത് ഓഫീസിന് സമീപം കൃഷിഭവന് മുന്നിൽ പോലീസ് തടഞ്ഞു. രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി ബിജു ഉദ്ഘാടനം ചെയ്തു. ദേശീയ തലത്തിൽ ഞങ്ങളുടെ കർഷക സമരത്തിനൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന സ്ഥലത്ത് അതേ സർക്കാരിൻ്റെ ഇലക്ട്രിസിറ്റി വകുപ്പിൻ്റെ കീഴിൽ കർഷകരുടെ കണക്ഷനുകൾ കട്ട് ചെയ്യുക, അതുപോലെ തന്നെ കണക്ഷനുകൾ സൗജന്യ കണക്ഷനിൽ നിന്ന് അല്ലാത്തതിലേക്ക് മാറ്റുന്ന സമയത്ത് അവരെ അറിയിക്കാതിരിക്കുക. നിയമപ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് അവിടെ ഇട്ടിരിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന് നമ്മുടെ പലിശ എത്രയുണ്ട് അത് നമ്മൾ അറിയിക്കണം. നമ്മളുടെ കുടിശ്ശിക എത്രയുണ്ട് അത് നമ്മൾ അറിയിക്കണം. എല്ലാ കാര്യങ്ങളും അറിയിക്കാൻ ബാധ്യസ്ഥമായ ഒരു കൺസ്യൂമറെ അത് അറിയിക്കാതെ ഓരോരുത്തർക്കും ബില്ല് വന്നിരിക്കുന്നു. 1 ലക്ഷം രൂപയിലധികമുള്ള ബില്ല് വന്നിരിക്കുകയാണ്. ഇത് കർഷകരെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയായിട്ടാണ് ലോകം മുഴുവൻ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ്. സ്വകാര്യവൽക്കരണം നടക്കുന്നു. ഗവൺമെന്റ് ഏജൻസികൾ മുഴുവൻ ഞങ്ങൾക്കെതിരെ തിരിയുന്നു. കിസാൻ സേന പുത്തികെ പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുള്ള കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. കിസാൻ സേന ജില്ലാ ജനറൽ സെക്രട്ടറി ഷുക്കൂർ കണാജി സ്വാഗതം പറഞ്ഞു. കിസാൻ സേന ജില്ലാ പ്രസിഡന്റ് ഗോവിന്ദ ഭട്ട് മുഖ്യപ്രഭാഷണം നടത്തി. സുലൈഖ മാഹിൻ, നാസർ ചെർക്കളം, തോമസ് ഡിസോസ, സച്ചിൻ കുണ്ടാർ, ഷാജി കടമനെ, ബാലസുബ്രഹ്മണ്യ ഭട്ട്, സുരേഷ് അടുക്കത്തൊട്ടി, പ്രസാദ് കക്കപ്പാടി, കമറുദ്ദീൻ, സലീം പാലടുക്ക, കൃഷ്ണഭട്ട്, മുഹമ്മദ് കുഞ്ഞി ഹാജി കണ്ടത്തിൽ, ബദറുദ്ദീൻ കണ്ടത്തിൽ, സുലൈമാൻ ഉജംപദവ്, ഷെറിൽ കയ്യങ്കൂടൽ, സുബ്ബണ്ണ റൈ ഗുത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ട്രേഡ് യൂണിയൻ സമരത്തിൽ പങ്കെടുത്ത CPM നേതാക്കൾക്കെതിരെയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് CITU-വിന്റെ നേതൃത്വത്തിൽ സീതാംകോളിയിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു.
ട്രേഡ് യൂണിയൻ സമരത്തിൽ പങ്കെടുത്ത CPM നേതാക്കൾക്കെതിരെയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് CITUവിന്റെ നേതൃത്വത്തിൽ സീതാംകോളിയിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടന്നു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. മർദ്ദനത്തിനിരയായ CPM പ്രാദേശിക നേതാക്കൾ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. CPM ലോക്കൽ സെക്രട്ടറിയും CITU നേതാവുമായ KA സന്തോഷ് കുമാർ, ബിനീഷ്, മധു എന്നിവരെയാണ് പരിയാരത്തേക്ക് മാറ്റിയത്. മർദ്ദനത്തിൽ പരിക്കേറ്റ മൂവരെയും മണിക്കൂറുകളോളം കുമ്പള പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയായിരുന്നു. CPM നേതാക്കളെത്തിയാണ് ഇവരെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് റിമാൻഡിലാക്കാൻ കുമ്പള ASI ബാബുരാജിന്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയെങ്കിലും ജില്ലാ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി മൊഴിയെടുത്തതോടെ നീക്കം പാളിയതായി CPM ആരോപിച്ചു. പരാതിയെ തുടർന്ന് പോലീസ് മർദ്ദനത്തിന്റെ വീഡിയോ പരിശോധിച്ച മജിസ്ട്രേറ്റ് സംഭവത്തിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ DYSP CK സുനിൽകുമാറിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് വിദഗ്ധ ചികിത്സയ്ക്കായി പരിയാരത്തേക്ക് മാറ്റിയത്. പ്രതിഷേധ യോഗത്തിൽ P. ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫ, CPM കുമ്പള ഏരിയ സെക്രട്ടറി CA സുബൈർ, D. സുബ്ബണ്ണ ആൾവ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വോർക്കടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കജേ പദവിൽ കുട്ടികളുടെ വികസനത്തിനായി 35 ലക്ഷം രൂപ ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന സ്മാർട്ട് അങ്കണവാടി കെട്ടിടത്തിന് തറക്കല്ലിട്ടു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. വർക്കാടി കജേ പദവിൽ കുട്ടികളുടെ വികസനത്തിനായി 35 ലക്ഷം രൂപ ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന സ്മാർട്ട് അങ്കണവാടി കെട്ടിടത്തിന് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് തറക്കല്ലിട്ടു. ನಮ್ಮ ದೇಶದ ಎಷ್ಟೋ ಪ್ರಾಂತ್ಯಗಳಲ್ಲಿ ಮಕ್ಕಳು ಶಾಲೆಗೆ ಹೋಗದೆ ಕೂಲಿ ಕೆಲಸಕ್ಕೆ ಹೋಗುವಾಗ ಒಂದೇ ಒಂದು ಮಗು ಕೂಡ ಶಾಲೆಗೆ ಹೋಗದೆ ಇರುವಂತ ಒಂದು ಪ್ರಾಂತ್ಯ ನಮ್ಮ ಕೇರಳ ಅಂತ ನಮ್ಗೆ ಹೆಮ್ಮೆಯಿಂದ ಹೇಳ್ಬೋದು. ಆ ಕೇರಳಕ್ಕೆ ಹಲವಾರು ಕಾರಣಗಳಿವೆ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಪಂಚಾಯತ್ ಮಟ್ಟದಲ್ಲಿ ಪಂಚಾಯತ್, ಬ್ಲಾಕ್ ಪಂಚಾಯತ್, ಜಿಲ್ಲಾ ಪಂಚಾಯತ್, ಶಾಸಕರು, ಸಂಸದರು, ಸರ್ಕಾರ, ಇಲಾಖೆಗಳು ಎಲ್ಲ ಕೂಡ ನಾವು ಬಹಳ ಮುತುವರ್ಜಿಯಿಂದ ಆ ಕೆಲಸವನ್ನು ನಾವು ಗಮನಿಸ್ತಾ ಇದ್ದೇವೆ. വർക്കാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി എസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പാടി, ALMSC ചെയർമാൻ അബ്ദുൽ മജീദ് BA, സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഗീത സമാനി, മുൻ പ്രസിഡന്റ് PB അബൂബക്കർ പാത്തൂർ, പഞ്ചായത്ത് സെക്രട്ടറി അജിത്, ICDS സൂപ്പർവൈസർ ബിന്ദു, B. അഹമ്മദ് കുഞ്ഞിഹാജി, ഇബ്രാഹിം മുസ്ലിയാർ, ലത്തീഫ് കജെ, രാജേശ്വരി, ശശികല, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, ഗ്രാമപ്രമുഖർ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. അബ്ദുൽ മജീദ് BA സ്വാഗതവും മഞ്ജുള HK നന്ദിയും പറഞ്ഞു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീലേശ്വരത്തെ പെട്രോൾ പമ്പിൽ നിന്ന് 1.5 ലക്ഷം രൂപ കവർന്നു. ചുറ്റിലും ആളുകൾ കൂടി നിൽക്കുമ്പോൾ കുടചൂടിയെത്തിയ മോഷ്ടാവ് നഗരമധ്യത്തിലെ പെട്രോൾ പമ്പിൽ നിന്നാണ് 1.5 ലക്ഷം രൂപ കവർന്നത്. ചെളിയംതോടിലെ കുരുവി സജുവാണ് മോഷണം നടത്തിയത്. പോലീസ് തിരിച്ചറിഞ്ഞു. ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം കുത്തനെ കൂടുന്നു. വൈറൽ ഫീവർ, ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവയാണ് കൂടുതലായി പടരുന്നത്. ഈ മാസം മാത്രം 5283 പേരാണ് പനി ബാധിച്ച് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. KCSA 45ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജൂലൈ 14, 15 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. വണ്ണാർവയൽ അടുക്കത്ത് P. കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ കാക്കാത്തി കുട്ടികളുടെ തിയേറ്റർ ആരംഭിച്ചു. കുട്ടികളുടെ സർഗവാസനകളുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടാണ് തിയേറ്റർ ആരംഭിച്ചിരിക്കുന്നത്. SSF സംഘടിപ്പിക്കുന്ന 32ാമത് ഉദുമ ഡിവിഷൻ സാഹിത്യോത്സവ് ജൂലൈ 12, 13 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. തീരദേശ മേഖലയിൽ അധികം കായ്ക്കാറില്ലാത്ത കറുത്ത മുന്തിരി സമൃദ്ധി ഇടയിലെ കാട്ടിൽ. കുഴൽക്കിണർ ഫിൽട്ടർ പോയിന്റ് തൊഴിലെടുക്കുന്ന KJ വിൻസെന്റിന്റെ വീട്ടുമുറ്റത്താണ് മധുരമൂറും മുന്തിരിക്കുലകൾ തൂങ്ങി നിൽക്കുന്നത്. ആയിരങ്ങളുടെ പങ്കാളിത്തത്തിൽ നൂഞ്ഞിയിൽ ദ്യുതന്ത ഗണപതിയാർ ക്ഷേത്രത്തിൽ സമൂഹ മൃത്യുഞ്ജയ ഹോമം നടന്നു. അന്നദാനത്തിലും ആയിരങ്ങളുടെ പങ്കാളിത്തം.
പ്രതിഷ്ഠാ ദിനോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.